പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്രിയേറ്റിനെ കുറിച്ചിട്ടാണ്. എന്താണ് ക്രിയേറ്റിൻ? ക്രിയേറ്റിൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ ബോഡി തന്നെ നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു നാച്ചുറൽ കോമ്പൗണ്ടാണ് ക്രിയേറ്റിൻ. ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറച്ചായിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഇതിപ്പോൾ എന്തിൽ നിന്നെന്ന് ചോദിച്ചു പറഞ്ഞു വെച്ചാൽ ബീഫ്, അതേപോലെ പാല്, അതേപോലെ തന്നെ ചിക്കന്, ഇമാതിരി നോൺ വെജ് ഐറ്റംസുകളിൽ, അതേപോലെ ഒരുപാട് ഭക്ഷണങ്ങളിൽ ക്രിയേറ്റിൻ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വളരെ ലോയാണ്. നമ്മൾ ജിമ്മിന് പോകുന്ന വ്യക്തികൾ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റാണ് ക്രിയേറ്റിൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ തലച്ചോറിനെയും അതേപോലെ തന്നെ നമ്മുടെ മസിൽ ഗ്രോത്തിനെയും മസിൽ മാസിനെയും ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റാണ്. ഇനി നമുക്ക് ക്രിയേറ്റിൻ എങ്ങനെ ഉപയോഗിക്കാം, എപ്പോൾ ഉപയോഗിക്കാം? ക്രിയേറ്റിൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഡെയിലി 3 to 5 ഗ്രാം വേണമെന്നേ ഉള്ളൂ. അത് നമുക്ക് പ്രീ വർക്കൗട്ടായിട്ട് ഉപയോഗിക്കാം, പോസ്റ്റ് വർക്കൗട്ടായിട്ട് ഉപയോഗിക്കാം, അത് നമുക്ക് കിടക്കുന്നതിന് മുന്നേ ഉപയോഗിക്കാം. അതിന് ഇന്നത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈം പീരീഡ് ഇല്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെയൊക്കെ സൗകര്യം പോലെയാണ്. ഒരുപാട് ആൾക്കാർക്ക് പലവിധമായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ക്രിയേറ്റിൻ എടുക്കുന്ന സമയത്ത് ജെന്യൂൻ ആയിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഫേക്കായിട്ടുള്ള ഒരുപാട് സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കുക. ക്രിയേറ്റിന് ഞാൻ ഉപയോഗിക്കുന്ന ക്രിയേറ്റിൻ വന്നിട്ട് ഞാനിപ്പോൾ ഖത്തറിലായതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ക്രിയേറ്റിൻ വന്നിട്ട് ബോഡി ബിൽഡർ എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ ക്രിയേറ്റിനാണ്. നല്ലൊരു ബ്രാൻഡാണ്. ഓക്കെ, നമ്മുടെ നാട്ടിനേക്കാളും കൂടുതൽ ക്യാഷാണ് ഇവിടെ, പക്ഷേ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ഡെയിലി 5 ഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും ബെറ്ററായിട്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ 2 മാസം ക്രിയേറ്റിൻ ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 മാസം സ്റ്റോപ്പ് ചെയ്യുക. 1 മാസം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു ബെറ്ററായിട്ടുള്ള റിസൾട്ട് കിട്ടും. 1 മാസം സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ, 1 മാസം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അത് ഉപയോഗിച്ചു പറഞ്ഞു വെച്ചാൽ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അത് എന്താ പറയുക, ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ക്രിയേറ്റിൻ എടുക്കുന്ന സമയത്ത് ജെന്യൂൻ ആയിട്ടുള്ള ക്രിയേറ്റിൻ മാത്രം എടുക്കുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.